ആൾക്കാരെന്താണ് ചോദിക്കണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്താ ചേച്ചിയുടെ കുറെ ഉണ്ടാക്കുന്നത്? എന്റെ ഏറ്റവും കൂടുതൽ ശർക്കരപ്പേരി, ഉണ്ണിയപ്പം, പായസത്തിനാണ് എനിക്ക് കൂടുതൽ. പായസമേളകളിലും കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് കേരള ഗവൺമെന്റിന്റെ 4 കൊല്ലത്തെ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. നമ്മള് വെറുതെ ഇരുന്നുകൊണ്ട് നമുക്കൊന്നും നേടില്ല. നമുക്ക് പറ്റാവുന്ന ജോലി, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എനിക്ക് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ജോലി ചെയ്ത് എനിക്ക് ദിവസം ഒരു വരുമാനത്തിനുള്ളതെന്ന് സാധിക്കും. ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നത്തുള്ള MG നഗറിലെ ശാന്ത ചേച്ചിയുടെ വീട്ടിലാണ്. സീതാരാമ ഫുഡ് സർവീസ് എന്ന പേരിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. പ്രധാനമായും വിവിധ തരം ചിപ്സുകൾ, സാമ്പാർ പൊടി, രസം പൊടി, ചമ്മന്തികൾ, പിന്നെ നമ്മുടെ അച്ചാറുകൾ, പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഓരോ ഐറ്റംസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒപ്പം തന്നെ ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർ പഠിച്ചതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ചേച്ചി, എന്താ വിശേഷം? ഇന്നൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളി അച്ചാർ. ഇതിപ്പോ എന്താ ചെയ്യണേ? ഫസ്റ്റ് സ്റ്റെപ്പ് ആണോ? എണ്ണ ഒഴിച്ചു, അതിൽ ഇഞ്ചി ഇട്ടു. നമ്മൾ ഇഞ്ചി ഇട്ടു. ഓക്കെ. ഇനി പച്ചമുളക് ഇടും. ഓക്കെ. ഞങ്ങൾ ചേച്ചി കുറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കും എന്നിങ്ങനെ MSME എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഞാന് MSME ഒരു ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇസാഫാണ്. 11ഓളം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മില്ലറ്റിന്റെ കഞ്ഞിക്കൂട്ട്, അച്ചാറുകൾ, സാമ്പാർ പൊടി, ഗരം മസാല, അതൊക്കെ ഇസാഫിന്റെ ക്ലാസ്സിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് കുടുംബശ്രീയുടെ ക്ലാസ് എന്ന് പറയാൻ അധികം കിട്ടിയിട്ടില്ല. എന്റെ കുടുംബശ്രീ എല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടി തോന്നുന്നു. കുടുംബശ്രീ അതുപോലെ ഞങ്ങൾക്ക് കച്ചവടം എക്സിബിഷന് അവര് നമ്മുടെ സ്റ്റാൾ കോർപ്പറേഷന്റെ മുന്നിലൊക്കെ അവര് ചന്ത, എല്ലാ മാസം ചന്തയിൽ നമ്മുടെ സാധനങ്ങൾ വെച്ച് നമുക്ക് വിറ്റ് തരും. എത്ര ഐറ്റംസ് ഉണ്ടാക്കും മൊത്തം? ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഒരു 10-12 ഐറ്റമെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചക്ക, കഴിഞ്ഞ കൊല്ലം ചക്ക 14 കിലോ ചക്ക വരട്ടി. അത് ചക്ക ഈ ക്ലാസ്സിന് പോയി വന്ന ഉടനെയാണ് പ്ലാവ് കരാറെടുത്തതും ചക്ക വരട്ടി ഇതാക്കിയതൊക്കെ. ആ ചക്ക വരട്ടി ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വരെ വിറ്റു. ഗൾഫിലേക്ക് വരെ കൊണ്ടുപോയി. ഹസ്ബൻഡും കൂടിയാണ് ചെയ്യുന്നത്. അതെ, ആളും കൂടിയിട്ട്. അത് ആദ്യം ഞങ്ങൾ ഒരാളെ സഹായത്തിന് വെച്ചു. പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്യാൻ അത്ര അറിയില്ല. അപ്പൊ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ഉണക്കി എല്ലാതും കഴുകി പൊടിച്ചിട്ടാണ് എല്ലാതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കും ചെയ്യും എല്ലാ സാധനങ്ങളും. ഇതിപ്പോ നമ്മള് വെളുത്തുള്ളി അച്ചാറ് നമ്മൾ ആദ്യം നല്ലെണ്ണയില് നമ്മള് ഇഞ്ചി ഇട്ടു, പച്ചമുളക് നല്ല മൂക്കണം അല്ലേ? ഒരുവിധം ചൊന്നാ മതി. ഇനിയിപ്പോ എന്താ ഇടാൻ പോകുന്നത്? ഇനി സാധാ മുളക് പൊടി. ഓക്കെ. ഇത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇതിപ്പോ എത്ര ഉണ്ടാക്കണം നമ്മള് വെളുത്തുള്ളി അച്ചാർ? 1 കിലോ. ഇത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചതാണ്. ഉപ്പും വിനാഗിരിയിൽ ഇട്ട് വെച്ചതാണ്. തൊലി കളഞ്ഞു ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചത്. ഇത് ഓർഡർ അനുസരിച്ചാണോ ഉണ്ടാക്കണം? അതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആളുകൾ വന്ന് വാങ്ങിക്കുമോ? അല്ല, ഇതിപ്പോ ഞങ്ങൾ സ്റ്റാളിൽ വെക്കും. കുടുംബശ്രീയുടെ കോർപ്പറേഷന്റെ മുന്നിൽ ചന്തയുണ്ട്. അപ്പൊ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ചൂഞ്ഞമുളക് കിട്ടുന്നില്ലേ, അത് അവിടെ നല്ലോണം ചെലവാകും. അപ്പൊ ആൾക്കാരെന്താണ് ചോദിക്കണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്താ ചേച്ചിയുടെ കുറെ ഉണ്ടാക്കുന്നത്? എന്റെ ഏറ്റവും കൂടുതൽ ശർക്കരപ്പേരി, ഉണ്ണിയപ്പം, പായസത്തിനാണ് എനിക്ക് കൂടുതൽ. പായസമേളകളിലും കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് കേരള ഗവൺമെന്റിന്റെ 4 കൊല്ലത്തെ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. ഇതെന്താ? ഇത് കാശ്മീരി മുളക്. സെറ്റാവാൻ എത്ര ദിവസം എടുക്കും? ഒരാഴ്ച കൂടി മതി. ഒരാഴ്ച ഇരിക്കുമ്പോൾ ആ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് ഈ പിടിക്കും. ശരിക്കും നമ്മളൊക്കെ സാധാരണ കണ്ടിരിക്കുന്ന ഡയറക്റ്റ് വെളുത്തുള്ളി എടുത്ത് അച്ചാറിടുന്നത്, അത് അങ്ങനെയല്ല ചേച്ചി കുറേ ദിവസം അല്ലേ? എത്ര ദിവസം? അതെന്താണെന്നറിയോ, തിളച്ച വെള്ളത്തിലിട്ടെടുത്തിട്ടോ വാട്ടിയിട്ടൊക്കെ ഇടുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഗുണം പോകും. ഇത് വെളുത്തുള്ളി നമുക്കൊരു പച്ച കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. അപ്പൊ മുഴുവൻ നമ്മൾ പുതിയതായിട്ട് പച്ചിടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കുത്തായിരിക്കും. ഇതിപ്പോ ഉപ്പും എത്ര ദിവസം ഇട്ട് വെച്ചു? ഇത് 1 മാസം കഴിഞ്ഞു. 1 മാസം ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചു. ഇതിപ്പോ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഉപ്പും വിനാഗിരി ഇട്ട് വെക്കാം. എങ്ങനെയാ ചേച്ചി ഈ കുക്ക് ചെയ്യാത്ത പായസം ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? കുക്ക് ചെയ്ത പായസം മത്സരത്തിന് ഈ ആയുർവേദ ആസ്പത്രിയില് പായസം
അതുപോലെ ഈ ഉപ്പുമാവ്, അതുപോലെ ചമ്മന്തി, പിന്നെ ഈ മുളപ്പിച്ച സാധനങ്ങളെ കൊണ്ടുള്ള സാലഡ്, അതൊക്കെയാണ് കൊടുത്തത്. അപ്പൊ അതില് ഞാൻ ഉണ്ടാക്കി സാലഡ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. അപ്പൊ ഞാൻ പായസത്തിന്റെയാണ് എടുത്തത്. അപ്പൊ പായസം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു യൂട്യൂബിൽ എവിടെയും നോക്കിയിട്ട് വേവിക്കാത്ത പായസത്തിന്റെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഐഡിയയില്, അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പായസ മത്സരത്തിന് മുമ്പ് നേന്ത്രക്കായയുടെ അടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 3 വട്ടം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് അടപ്പായസമായത്. ചിലവര് കൊള്ളിയാണോ ചോദിച്ചു, ചിലവര് ശർക്കര പേരി പൊടിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അടയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അടയുടെ ആക്കാൻ വേണ്ടിയിട്ട് പായസത്തിന്റെ രൂപത്തിലാവണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 4 നുറുക്കാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കി അടപ്പായസം ഞാൻ സ്പെഷ്യൽ അങ്ങനെ എന്റെ. അപ്പൊ എന്താ വെച്ചാൽ വേറൊരാൾ പറഞ്ഞു തന്നിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ എനിക്കത് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. ഞാൻ തന്നെ കണ്ടുപിടിച്ച പായസം ആകുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തെറ്റിപ്പോകും അതിന് വേണ്ടി. അപ്പൊ ഇതിങ്ങനെ മത്സരം എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി പായസമാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെ ചെന്നാലും മത്സരത്തിന് പായസം ആവാനാണ് താല്പര്യം. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ വിചാരിച്ചു ഈന്തപ്പഴം, കൊപ്പക്കായൊക്കെ നമുക്ക് നാടൻ കൊപ്പക്കായ ആയിരിക്കുക, അതുപോലെ റോബസ്റ്റ് പഴം. അപ്പൊ നമുക്ക് ശരീരത്തിന് കേടുള്ളതൊന്നും അതിലില്ല. ഈന്തപ്പഴം ആണെങ്കിൽ നാരടങ്ങിയിട്ട്. അപ്പൊ ഈന്തപ്പഴം ചേർത്താലാണ് അതിൽ ആ കളറ്, പ്രഥമന്റെ കളർ പറഞ്ഞത്. ത്രിബല പ്രഥമൻ എന്നാണ് പേര് കൊടുത്തത്. ത്രിബല പായസം എന്നല്ല പറയാ, ത്രിബല പ്രഥമൻ. അപ്പൊ ത്രിബല ഈ 3 ഫലങ്ങൾ കൂടിയിട്ട്, അപ്പൊ അതിൽ ഈന്തപ്പഴം ചേർക്കുമ്പോ പായസത്തിന്റെ കളർ വന്നു. പിന്നെ അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വെറുതെ ഇടാനും പറ്റുള്ളൂ, വേവിക്കാൻ പറ്റില്ല. അതുപോലെ മുന്തിരി എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇത്തിരി നേരം കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ അത് കുതിർന്ന് തീർക്കുമ്പോ നമുക്ക് വറുത്ത പോലെ തോന്നും. അതോ പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കിപ്പോ ഇത് എത്ര പായസം ഇത് കണക്കാക്കണമെങ്കിൽ ആ നാളികേരപ്പാലിൽ നമുക്ക് അധികം വെള്ളം ഒഴിക്കാണ്ട് നല്ല കട്ടിയുള്ള നാളികേരപ്പാലിലെടുത്ത് നമ്മൾ ഈ 3 ഐറ്റം കൂടി ചെറുതാക്കി മിക്സിയിലിട്ട് അരയ്ക്കുക. അരച്ചു കഴിഞ്ഞിട്ട് ഈ ചെറുതാക്കി കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ടാകുന്ന സാധനങ്ങൾ കുറച്ച് നെയ്യും കുറച്ച് കൽക്കണ്ടവും കൂടിയിട്ട് പൊടിച്ചിട്ട് ഈ നെയ്യും കൂടി കൂട്ടി ഇളക്കിയിട്ട് ഈ പായസത്തിലിട്ട് ഇളക്കുക. അപ്പൊ എല്ലാം ചേർത്തുണ്ട്, പക്ഷെ ചൂടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ പായസമാണ്. എല്ലാവരുടെ പ്രതികരണം അതുണ്ടാക്കി കഴിച്ചപ്പോ അത് അല്ല, കുറെ ആൾക്കാർ എങ്ങനെ ത്രിബല പായസം, ത്രിബല കടുക്കാൻ നെല്ലിക്ക താന്നിക്കല്ല ഇങ്ങനെ ത്രിബല കൊണ്ട് പായസം ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആസ്പത്രിയിൽ മത്സരം എന്ന് വെച്ചപ്പോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ പേരിട്ടതാണ്. അതെ, അപ്പൊ അത് കഴിച്ച് അത് ജഡ്ജസ് നല്ല അഭിപ്രായമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പായസം അല്ലേ, വേവിക്കാത്ത ഒരു തരത്തിലും തീയും പുകയൊന്നും വേണ്ടാത്ത പായസം. അപ്പൊ അതിന്റെ റെസിപ്പി ഫുള്ള് ചേച്ചി പറഞ്ഞു, നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നു. ഇതാണ് മണിച്ചേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ട് അല്ലെ, എല്ലാം ഉണ്ടാക്കാനും ചേട്ടനാണ് സപ്പോർട്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. കണ്ടിട്ട് ശരിക്കും ഒരു പായസം പോലെ ഉണ്ട്, പക്ഷെ ഇത് വേവിച്ചിട്ടേ ഇല്ല. ഫുൾ ഫ്രൂട്ട്സും തേങ്ങാപ്പാലും അല്ലേ, പിന്നെ നട്ട്സും ഇതൊക്കെ. നന്നായിട്ടുണ്ട്. നമ്മൾ ഈ എന്താ പറയാ, ഒരു പഞ്ചാമൃതത്തിന്റെ ഒരു ഇതുപോലെ, പക്ഷെ അത്ര മധുരമില്ല. നന്നായിട്ടുണ്ട്. നമുക്ക് അടുത്തത് ശർക്കര വരട്ടി എങ്ങനെയാന്നൊക്കെ നോക്കാം അല്ലെ. ഇത് ശർക്കര പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമായിട്ട് ഞാൻ പഠിച്ചതാണ് ഈ ശർക്കര പേരി ഉണ്ടാക്കാൻ. അതിലൊരു 17 കിലോ കായ എടുത്ത് തൊണ്ട് പൊളിച്ച് അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിലിട്ട് വാരി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് അതിൽ ഒരു വറുത്ത കായയുടെ പകുതി അളവിന് ശർക്കര എടുത്ത് ശർക്കര ഉരുക്കി പാകത്തിന് ചുക്കും ജീരകവും പൊടിയിട്ട് ഇളക്കി അതൊരു പാകമായി വരുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ശർക്കര നീര് ഒഴിക്കുമ്പോൾ അലിഞ്ഞു പോവാത്ത രൂപത്തിലാവുമ്പോൾ കായിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ കായ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ സ്പീഡിൽ ഇളക്കണം, എന്നാലാണ് അത് കട്ട കുത്തി ഇതാവാണ്ടിരിക്കാൻ വേണ്ടി നല്ല വേഗത്തിൽ ഇളക്കണം. ഇളക്കി അതിൽ കുറച്ച് ചുക്ക് പൊടിയും പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് ഇളക്കി ചൂടാറിയാൽ നല്ല ശർക്കര ഉപ്പേരി തയ്യാറായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കര ഉപ്പേരിയും റെഡിയായി. ഇന്ന് നമുക്ക് വേണ്ടി 3 ഐറ്റംസ് ആണ് ശാന്ത ചേച്ചി ഉണ്ടാക്കിയത്. ഇതും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കഴിച്ച് നോക്കി. ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കര ഉപ്പേരി പോലെയല്ല, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. എല്ലാ വെളിച്ചെണ്ണ. ഒരുവിധം എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ്. ഇപ്പോൾ അഗ്രബസാറിലാണ് കായ വറുത്തത്, സാമ്പാർ പൊടി, ചിപ്സുകൾ 4 നുറുക്ക് കായ വറവൊക്കെ അഗ്രബസാറിൽ വെക്കുന്നുണ്ട്. മാസത്തിലൊരു 2-3 ട്രിപ്പെങ്കിലും 10,000-4,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വെക്കും. അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇത് നടക്കുന്നത്. പിന്നെ ഓണമൊക്കെ ആയാൽ ഞങ്ങൾക്കൊരു 10,000-60,000-70,000 രൂപയുടെയൊക്കെ ഓണത്തിന് ബിസിനസ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ആരും ഒരു ഇത് നിങ്ങളുടെ സാധനം കൊണ്ടുപോയിട്ട് അങ്ങനെ മോശം ഉണ്ടെങ്കിൽ മോശം എന്ന് പറയണമെന്നാണ് ഞാൻ പറയുക. എന്താ വെച്ചാൽ നമുക്കത് അപ്പം അതൊന്നും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ പരമാവധി നമ്മുടെ മനസ്സിലെ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ മാത്രം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെനിക്ക് എത്ര കാലം വരെ സാധിക്കും അത്ര കാലം ഞാനിത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സീതാരാമ ഫുഡ് സർവീസ് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ വേണ്ടവർ ചേച്ചിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ അഗ്രോ ബസാറിലും ചേച്ചി പ്രോഡക്ട്സ് ഒക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു സെയിം ബ്രാൻഡ് അല്ലേ, സീതാരാമ എന്ന ബ്രാൻഡിലുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.